ഹായ്, ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ +1 മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാമിനേഷൻ ഇന്നലെ നടക്കുകയുണ്ടായി. തീർച്ചയായും നല്ല നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നലത്തെ എക്സാമിനേഷന് ചോദിച്ചത്. മോഡൽ എക്സാമിനേഷനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിരുന്നു. തീർച്ചയായും നേരത്തെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ സൂചന നൽകിയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് കോവിഡിന് മുന്നേയുള്ള 2018, 2019, 2020 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കൂടുതൽ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്നലെ ചോദിച്ച പല അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ചയായും 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് ഓരോ ചാപ്റ്ററും ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. +1 പ്രീവിയസ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസ് എന്ന പ്ലേലിസ്റ്റിനകത്ത് അത് ഉൾപ്പെടുത്തിയിരുന്നു. തീർച്ചയായും അത് കണ്ടുപഠിച്ച കുട്ടികൾക്ക് ഇന്നലെ എക്സാമിനേഷൻ ചോദിച്ച അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായും ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ നടന്ന +1 മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഇംപ്രൂവ്മെന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വീണ്ടും ഒരു എത്തിനോട്ടം. സോ തീർച്ചയായിട്ടും ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എ എന്ന സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന സെറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി. അല്ലേ? അപ്പൊ ആദ്യം എ ക്രോസ് ബിയിലെ എലമെന്റ്സ് കണ്ടെത്തണം, അതാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി കാണുന്ന ഫോർമുല n of a into n of b. എ എന്ന സെറ്റിലെ എലമെന്റിന്റെ എണ്ണം 3, ബി എന്ന സെറ്റിലെ എലമെന്റിന്റെ എണ്ണം 2. അപ്പൊ എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം 6 ആണ്. എങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് കാണുന്ന ഫോർമുല 2 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി, ദാറ്റ് ഈസ് 2 that is 64 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 2 സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അത്തരം ചെറിയ ചെറിയ ട്വിസ്റ്റുകളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത. നെക്സ്റ്റ്, ഇഫ് ഓർഡേർഡ് പെയർ x/3 + 1, y - 2/3 ഈക്വൽ ടു ഓർഡേർഡ് പെയർ -2/3, 2/3, ഫൈൻഡ് x ആൻഡ് y. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ x കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. അതുപോലെ y കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. സോ ആദ്യം x കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x/3 + 1 ഈക്വൽ ടു -2/3. ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ക്യാൻസൽ ചെയ്താൽ x, ഇവിടെ 1 × 3 ഈക്വൽ ടു ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്താൽ -2. സോ x ഈക്വൽ ടു -2 - 3, ദാറ്റ് ഈസ് -5. നെക്സ്റ്റ്, y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ y - 2/3 ഈക്വൽ ടു 2/3, y ഈക്വൽ ടു ഈ 2/3 അതുപോലെ ഇത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ +2/3, ഡിനോമിനേറ്റർ സെയിം അതുപോലെ എഴുതുക. 2 + 2 4, സോ 4/3 എന്ന് കിട്ടും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായും വളരെ ഈസിയാണ്. എക്സിന്റെ വാല്യൂന് 1 മാർക്ക്, വൈയുടെ വാല്യൂന് 1 മാർക്ക്. അങ്ങനെയായിരിക്കും നമ്മുടെ സ്കീം ഫൈനലൈസേഷൻ കഴിയുമ്പോൾ വാല്യൂ പോയിന്റ്സിന് മാർക്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതും പല കുട്ടികളെയും കൺഫ്യൂഷൻ ആക്കിയ ക്വസ്റ്റ്യൻ ആണ്. cos x + y + cos x - y. രണ്ട് രീതി ചെയ്യാം. cos a + b ആ ഫോർമുല ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ cos a - b ഫോർമുല ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്താം. അല്ല എങ്കിൽ cos ഇത് a എന്ന് അസ്യൂം ചെയ്യുക പ്ലസ് cos ഇത് b എന്ന് അസ്യൂം ചെയ്യുക. സം ഫോർമുല cos a + cos b, c+c. നിങ്ങൾക്കറിയാം എന്താണ് 2cc. അപ്പൊ 2 cos ആദ്യത്തെ ആംഗിൾ a + b/2, ഇത് പ്ലസ് ഇത് /2. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ y - y ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ എന്താണ് 2x/2. അപ്പൊ എന്ത് കിട്ടും? x. സോ 2 cos x. വീണ്ടും 2cc, രണ്ടാമത്തത് cos, സെക്കൻഡ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, ദെൻ ഡിവൈഡിങ് ബൈ 2. ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ x ഉം പോകും. y - y, y + y, 2y/2. അപ്പൊ എന്ത് കിട്ടി? cos y. ഒറ്റ സ്റ്റെപ്പിൽ ഈ ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ്പാൻഡ് ചെയ്ത് ഇത് തമ്മിൽ ആഡ് ചെയ്താൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ആൻസറിലേക്ക് എത്താം. ഇനി ഈ റിസൾട്ട് യൂസ് ചെയ്ത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാണ് അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് cos 3π/4 + x + cos 3π/4 - x ഈക്വൽ ടു -√2 cos x. അപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സിന്റെ പ്ലേസിൽ 3π/4, അടുത്ത y യുടെ പ്ലേസിൽ എന്താണ്? x. അപ്പൊ ഈ റിസൾട്ട് cos x + y + cos x - y എന്ന് പറയുന്നത് എന്താണ്? തൊട്ട് മേളിൽ പ്രൂവ് ചെയ്ത് വെച്ചു. 2 times എന്താണ് 2 times
കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. സോ 2 times കോസ് ഇൻറ്റു എക്സിന്റെ പ്ലേസിൽ 3π/4 ഇൻറ്റു കോസ് വൈയുടെ പ്ലേസിൽ എക്സ്. ഈ റിസൾട്ടുമായി കമ്പയർ ചെയ്ത് ഇവന്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. ഇനി 2 ഇൻറ്റു കോസ് 3π/4, പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി, 180/4, 45 ഇൻറ്റു 3 135. കാൽക്കുലേറ്റർ കൊടുത്താൽ മതി. കോസ് 135 മൈനസ് 1/√2 എന്ന് കിട്ടും. പിന്നെ എന്താണ് കോസ് എക്സ് അതുപോലെ 2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2. ഒരു √2 ക്യാൻസൽ ചെയ്താൽ ഫൈനൽ ആൻസർ മൈനസ് √2 കോസ് എക്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് ടെക്സ്റ്റിൽ സമാനമായ ക്വസ്റ്റ്യൻ ഉണ്ട്. സോൾവ് ദ ലീനിയർ ഇനീക്വാളിറ്റി എക്സ് പ്ലസ് x/2 പ്ലസ് x/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ അത് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 പ്ലസ് x/6 വീണ്ടും ഒരു ഫ്രാക്ഷൻ കൂടെ തന്നു. ഇതിലൊന്നും പേടിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ. തീർച്ചയായും ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എന്താണ്? 6. ഈച്ച് ടേമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു എക്സ് എന്താണ്? 6x. ഇവിടെ 6/2 എന്തായിട്ടും 3x. ഇവിടെ 6/3 2x. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയും 6 മൾട്ടിപ്ലൈ ചെയ്യണം. 6 ഇൻറ്റു 10 60 പ്ലസ് ഇവിടെ 6ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ x. സോ 9x 11x ഇതിപ്പുറത്ത് വരുമ്പോൾ -x 10x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60/10 6. എക്സിന്റെ വാല്യൂ ആറോ അതിനേക്കാളും താഴെയുള്ള റിയൽ നമ്പർ ആണ്. അതെങ്ങനെ എഴുതാം? എക്സ് എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ -∞, 6 ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. നമ്പർ ലൈൻ നിങ്ങൾക്കറിയാം. നമ്പർ ലൈൻ വരയ്ക്കുക. 0 1 2 3 നമ്പർ മാർക്ക് ചെയ്യുക. -1 -2 -3 മാർക്ക് ചെയ്യുക. ഇവിടെ 6 എന്ന നമ്പറിൽ ഇൻക്ലൂഡഡ് ആണ്. സോ 6ന്റെ അവിടെ ഒന്ന് ഡാർക്കൺ ചെയ്യുക. എന്നിട്ട് അതിനേക്കാളും ചെറിയ റിയൽ നമ്പർ എങ്ങോട്ടാണ്? ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് ഡാർക്കൺ ചെയ്ത് കാണിക്കുക. ഡബിൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചാൽ മതി കേട്ടോ. സോ വിച്ച് ഈസ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫോർമുലയാണ്. NCR ക്വസ്റ്റ്യൻ നമ്പർ 4. NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. നെക്സ്റ്റും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യനകത്തുണ്ട്. ഓക്കെ, അത് നമ്മൾ തിരിച്ചറിയണം. ഇൻ ഹൗ മെനി വേസ് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 men and 2 women can be chosen from 7 men and 5 women. ഇവിടെ 7 പുരുഷന്മാരുണ്ട്, 3 പുരുഷന്മാരെ സെലക്ട് ചെയ്യണം. How many ways this can be possible? 7C3 and എന്ന് പറഞ്ഞാൽ into 5 സ്ത്രീകളുണ്ട്, 2 പേരെ സെലക്ട് ചെയ്യണം. That is എന്താണ്? 5C2 ways. So answer 7C3 into 5C2. കാൽക്കുലേറ്ററിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ 350 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചില കുട്ടികൾക്കെങ്കിലും കൺഫ്യൂഷൻ വന്നു കാണും. സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് 1 plus x the whole raised to n. അതായത് NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCn. ഇതാണ് ബൈനോമിയൽ കോഎഫിഷ്യൻ. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് നമ്മൾ പ്രൂഫായിട്ട് ചെയ്തിട്ടുണ്ട്. 2 raised to n. എത്ര കുട്ടികൾ ചെയ്തു എന്നറിയത്തില്ല. ആൻസർ 2 raised to n. നെക്സ്റ്റ് യൂസിംഗ് ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് x/3 പ്ലസ് 3/x the whole raised to 4. എക്സ്പാൻഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. 4C0 ഇവിടെ n എന്ന് പറഞ്ഞാൽ 4C0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ പ്ലസ് 4C1 ഫസ്റ്റ് ടേം പവർ ഒന്ന് കുറയ്ക്കുക, സെക്കൻഡ് ടേം 3/x ഇൻട്രൊഡ്യൂസ് ചെയ്തു. 4C2 ഫസ്റ്റ് ടേം റൈസ് ടു 2 വരും, സെക്കൻഡ് ടേം റൈസ് ടു 2 വരും, സെക്കൻഡ് ടേം പവർ കൂട്ടി എഴുതുക. 4C3 ഇത് x/3 ആവും, ഇത് 3/x the whole cube പ്ലസ് 4C4 സെക്കൻഡ് ടേം റൈസ് ടു മാക്സിമം പവർ. കാൽക്കുലേറ്റർ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 4C0 1 ആണ്, x raised to 4 by 3 raised to 4 that is 81 പ്ലസ് ഇവിടെ വരുമ്പോൾ താഴെ ഇവിടെ 27 മേളിലൊരു 3യും 4ഉം കൂടെ ഇവിടെ 4 ഇതെന്താണ് ഡിനോമിനേറ്ററിൽ 27, ഇവിടെ എന്താണ് 3 ആണ്. 3/27 താഴെ 9. സോ മേളിൽ 4C1 4x² by 9. ഇവിടെ x³ താഴെ ഒരു x ഉണ്ട്, അത് ക്യാൻസൽ ചെയ്താണ് അങ്ങനെ വരുന്നത്. അടുത്ത് ഇവിടെ താഴെ 9 വരും, മേളിൽ 9 ക്യാൻസൽ ചെയ്താൽ പിന്നെ 4C2 എന്ന് പറഞ്ഞാൽ 6, x² താഴെ വരുന്ന x² ക്യാൻസൽ ചെയ്തു പോയി. അടുത്ത 4C3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അടുത്ത് ഇവിടെ 3³ 27/3 9 into 4 36 by മേളിൽ x താഴെ x³ അങ്ങനെയാണ് താഴെ x². ഫൈനലി 3 raised to 4 81 by x raised to 4. അത് നിങ്ങൾ ചെയ്തു കാണും എന്നാണ് എൻ്റെ വിശ്വാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ 2000 ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ളത് കാണുവാൻ സാധിക്കും. കൺസിഡർ ദ ലൈൻ L1 ആൻഡ് എ പോയിന്റ് A 2, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ A ആൻഡ് പാരലൽ ടു ദ ഗിവൺ ലൈൻ. നമുക്ക് ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണാം. നമുക്ക് കാണേണ്ട ലൈനിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് A. അപ്പോൾ കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? ഈ ലൈനും നമുക്ക് കാണേണ്ട ലൈനും
പാരലൽ ആണ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് തന്നെയാണ് നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ്. സോ സ്ലോപ്പ് ഓഫ് L1 അതാദ്യം കാണുക. നിങ്ങൾക്കറിയാം സ്ലോപ്പ് കാണുന്ന ഫോർമുല മൈനസ് എക്സിന്റെ കോഎഫിഷ്യന്റ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. സോ ആൻസർ -3/-4 -3/-4. സോ -3/-4 ദാറ്റ് ഈസ് +3/4 അതാണ് സ്ലോപ്പ് ഓഫ് L1. അടുത്ത് സിൻസ് ദ ലൈൻസ് ആർ പാരലൽ സ്ലോപ്പ് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പും 3/4 പോയിന്റ് തന്നിട്ടുണ്ട്. സോ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ച് ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടെത്താം. y - y1 = m × x - x1. ഇത് x1 ഇത് y1. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3x - 4y -18 = 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ ഗിവൺ ലൈൻ L1. പല കുട്ടികളും ഇപ്പോൾ പുതുതായിട്ട് കണ്ട ലൈനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ കണ്ടു കാണും. അത് തെറ്റാണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0. അപ്പൊ x1 0 y1 0. ഈ ലൈൻ കമ്പയർ ചെയ്യുമ്പോൾ ax + by + c. a എന്ന് പറഞ്ഞാൽ 3, b എന്ന് പറഞ്ഞാൽ -4, c എന്ന് പറഞ്ഞാൽ എന്താണ് 12. സോ ഇവിടെ വാല്യൂസ് എഴുതുക. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല ax1 + by1 + c √(s² + b²). x1 0 y1 0 പിന്നെ c എന്ന് പറഞ്ഞാൽ 12 by √9 + 16 √25 that is 5. so distance equal to 12/5 എന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫോക്കസ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ പരാബോള x² = 12y. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ x² = 12y കമ്പയർ ചെയ്യുമ്പോൾ 4a = 12. a എന്ന് പറഞ്ഞാൽ 3. ഈ പരാബോള ഷേപ്പ് ഇതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഫോക്കസ് ഇവിടെ വരും. ഫോക്കസ് അപ്പോൾ എന്താണ് 0,a. സോ 0,3. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എങ്ങനെ വരും? ഇങ്ങനെ വരും. x ആക്സിന് പാരലൽ. അപ്പോൾ y = താഴെ -a. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചവർക്ക് ഇതൊന്നും വിഷയമില്ല. y = -3 എന്ന് കിട്ടും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഫോർമുല 4a ദാറ്റ് ഈസ് എന്താണ് 12. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a x⁻n - a⁻n by x - a. സ്റ്റാൻഡേർഡ് ഫോർമുല n × a⁻n-1. തീർച്ചയായും അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒത്തിരി കുട്ടികൾ ആദ്യമായി കാണുന്നു എന്ന് പറഞ്ഞത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇവിടെ 32 പകരം 80. അങ്ങനെ നമ്പർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഇത് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മേളത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 x⁻n - 2⁻n by x - 2 = 32. ഇതാണ് തന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ n × a എന്ന് പറഞ്ഞാൽ 2⁻n - 1 = 32. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കമ്പയർ ചെയ്ത് n-ന്റെ വാല്യൂ കണ്ടെത്തണം. a നമ്പർ × 2⁻2 രണ്ടും ഈക്വൽ ആവണം അല്ലേ? അപ്പോൾ 32നെ 2 × നമുക്ക് 16 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 × 2³ എന്ന് എഴുതാം. 4 × 2³. സോ ഈ n- ഇപ്പൊ നോക്കിക്കോണേ, ഈ 4 × 2³ ഈ 2⁻2 ഇവിടെ n-1 = 3 ക്രിക്കറ്റ് ചെയ്താൽ n = എന്ത് കിട്ടി? 4. ഇവിടെ n × അങ്ങനെ കമ്പയർ ചെയ്താലും 4. ചില കുട്ടികൾക്ക് ഇവിടെ n ഇവിടെ 4 വന്നുകൊണ്ട് 4 എന്ന് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് n-1 = 3 അങ്ങനെയും n = 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയിട്ട് n-ന് ആദ്യം 1 കൊടുക്കുക, 2 കൊടുക്കുക, എപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു? 4 കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അങ്ങനെയും കണ്ടെത്താം. എന്തായാലും അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായി പരിചയപ്പെടുന്ന കുട്ടികൾക്ക് അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. 8 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്. അതിൽ നിന്ന് 6 എഴുതുക എന്നുള്ളത് നിലവിൽ ബുദ്ധിമുട്ടല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക്. നെക്സ്റ്റ്, a ഇന്റർസെക്ഷൻ a കോംപ്ലിമെന്റ്. ആൻസർ എന്താണ്? നൾ സെറ്റ്. അടുത്ത് u തന്നിട്ടുണ്ട്, a തന്നിട്ടുണ്ട്, b തന്നിട്ടുണ്ട്. വെരിഫൈ ഡി മോർഗൻസ് ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ യാതൊരു പരാതിയും ആർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, സോ a ഇന്റർസെക്ഷൻ a കോംപ്ലിമെന്റ് എഴുതി. അടുത്ത a ഇന്റർസെക്ഷൻ b ആദ്യം നിങ്ങൾ കണ്ടെത്തുക. a ഇന്റർസെക്ഷൻ b, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 2 3 4 ഇവിടെയുണ്ട്. സോ a ഇന്റർസെക്ഷൻ b എന്താണ്? സെറ്റ് 2 3 4. അടുത്ത a ഇന്റർസെക്ഷൻ b കോംപ്ലിമെന്റ് 2 3 4 പോയിട്ട് ബാക്കി യൂണിവേഴ്സ് സെറ്റിലുള്ളത് 1 5 6 1 5 6. ദെൻ എ കോംപ്ലിമെന്റ് കാണുക, ബി കോംപ്ലിമെന്റ് കാണുക. രണ്ടിന്റെ യൂണിയൻ എടുക്കുമ്പോൾ അതും 1 5 6. രണ്ടും ഈക്വൽ എന്ന് കിട്ടി. therefore LHS = RHS. അത് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഇത് തീർച്ചയായും ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) = 1/x റെസിപ്രോക്കൽ ഫംഗ്ഷൻ. സാധാരണ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുവാൻ ഒരു കാരണവശാലും ചോദിക്കാറില്ല. കാരണം പോയിന്റ് പ്ലോട്ട് ചെയ്ത് വരയ്ക്കുക എന്ന് പറയുന്നത് അതീവ കഠിനമാണ്. പിന്നെ ഇതിന്റെ ഗ്രാഫ് ഓർത്തിരിക്കുന്ന കുട്ടികൾക്ക് അത് സ്കെച്ച് ചെയ്യാൻ സാധിക്കും. ഒരു റഫ് സ്കെച്ച് അത് തന്നെയാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുന്നു.
ഇങ്ങനെ വന്ന് അസിംപ്ടോട്ടിക്കലായിട്ട് വരും കേട്ടോ. ഒരിക്കലും എക്സ് ആക്സിലോ വൈ ആക്സിലോ മീറ്റ് ചെയ്യത്തില്ല. അതുപോലെ ഇവിടെയും വരും കേട്ടോ, ഇങ്ങനെ പോകും. സോ വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് 1/x. അടുത്തത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് √9 - x². ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു, കാരണം മോഡൽ എക്സാമിനേഷന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ, ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അകത്തിരിക്കുന്ന നമ്പർ എന്തായിരിക്കണം? പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 9 - x² > 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x² < 9. എക്സിന്റെ വാല്യൂ -3 മുതൽ +3 വരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. -3യേക്കാളും ചെറുത് കൊടുത്താലും +3യേക്കാളും വലുത് കൊടുത്താലും റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരും. സോ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ -3,3. ഈ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ 0ക്കും 3ക്കും ഇടയ്ക്കായിരിക്കും അല്ലെ. സോ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0,3. ഇതങ്ങനത്തെ ഒരു സെമി സർക്കിൾ ആണ് ഇതിന്റെ ഗ്രാഫ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ആണ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. തീർച്ചയായും x + 1 - i the whole raised to 6 in standard form. ടെക്സ്റ്റ് ബുക്കിൽ 1 - i the whole raised to 4 നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ 6 നമുക്ക് അതേ രീതിയിൽ ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷേ കുട്ടികൾ മൊത്തത്തിൽ കൺഫ്യൂസിങ് ആയതുകൊണ്ട് അത് ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം 1 - i the whole square കാണുക. a - b the whole square ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² - 2ab + b². i² -1 +1 ക്യാൻസൽ ചെയ്താൽ -2i. 1 - i the whole square വാല്യൂ -2i. We have to find 1 - i the whole raised to 6. അതെങ്ങനെ എഴുതാം? 1 - i the whole square into 1 - i the whole square into 1 - i the whole square. 1 - i the whole square 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടത്തില്ലേ? ഈ 1 - i the whole square വാല്യൂ -2i. സോ -2i into -2i into -2i. -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8. അടുത്ത i മൾട്ടിപ്ലൈ ചെയ്ത i³ വാല്യൂ എന്താണ്? -i മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +8i എന്ന് കിട്ടും. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ 0 + 8i, which is the answer. Next, find coordinates that represent the complex number 1 - i by 1 + i in Argand plane. എന്താണടാ അർഗൻ പ്ലെയിൻ എന്ന് പലർക്കും പിടികിട്ടിയില്ല. അതൊന്നും വേണ്ടായിരുന്നു. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുമ്പോൾ നമുക്ക് a + ib എന്ന ഫോമിൽ കിട്ടിയാൽ അവിടുത്തെ കോർഡിനേറ്റ് എന്താണ്? a, b. ചുരുക്കി പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിച്ചെന്ന് മാത്രം. ഇത് തീർച്ചയായും ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ അല്ല. ഒരു കോംപ്ലക്സ് നമ്പർ എങ്ങനെ അർഗൻ പ്ലെയിനിൽ മാർക്ക് ചെയ്യണം എന്ന് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും എല്ലാം ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസ് മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ആദ്യം ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. അതിനുവേണ്ടി ഡിവൈഡ് ചെയ്യണം കോംപ്ലക്സ് നമ്പർ. താഴെ ഇരിക്കുന്നതിന്റെ കോൺസെപ്റ്റ് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 - i മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. 1 × 1 1 - i, അടുത്ത -i -iയും -iയും +i². അതിന്റെ വാല്യൂ ആണ് -1. താഴെ a + ib × a - ib s² + b². 1 + 1 നിങ്ങൾക്കറിയാം. 1 -1 പോയാൽ -2i by 2, ദാറ്റ് ഈസ് -i. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ 0 + -1i. റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് -1. സോ അർഗൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഉള്ള കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0, -1. റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. അങ്ങനെയാണ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മറ്റുള്ള ഒത്തിരി കുട്ടികളെ ചിന്തിപ്പിച്ച ഈ 4 മാർക്കിന്റെ സെഷൻ. ചെറിയ പ്രശ്നമുണ്ട് പല കുട്ടികൾക്കും. NBR = 840, NCR = 35. Then find the value of R. വീണ്ടും 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ഈ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അത് പഠിച്ചവർക്ക് ഇത് ഓക്കെയാണ്, അല്ലാത്തവർക്കും ഓക്കെയാണ്. നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പിനേഷൻ പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് പഠിപ്പിക്കുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് ഓർത്താൽ മതി. NPR by NCR എന്ന് പറഞ്ഞാൽ R ഫാക്ടോറിയൽ. NPR by എന്താണ്? NCR = R ഫാക്ടോറിയൽ എന്നൊരു റിസൾട്ട് ഉണ്ട്. അത് ഓർത്താൽ സംഗതി കഴിഞ്ഞു. സോ R ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ NPR 840 by NCR 35 24. R ഫാക്ടോറിയൽ 24 എങ്കിൽ R എന്ത് അല്ലെ? 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ 24 ആരാണ്? 4 ഫാക്ടോറിയൽ. therefore R = 4. ഇങ്ങനെ ഈ റിസൾട്ട് ഓർത്തവർക്ക് ചെയ്യാം. അല്ലാത്തവർ ഡെഫിനിഷൻ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും R = 4 എന്ന് കിട്ടും. ഒരു നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ എന്ന് മാത്രമേ ഉള്ളൂ. പേടിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം.
നെക്സ്റ്റ് ഫൈൻഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ആറ്റിറ്റ്യൂഡ്. അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയയാളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. എന്തായാലും ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്തായാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടതുണ്ട്. പ്ലസ് ടുവിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യം മുതലേ പഠിക്കുക. ഇതുപോലെ പരീക്ഷയുടെ തലേ ദിവസമോ 2 ദിവസം മുന്നേ 5-6 വീഡിയോ കണ്ട് മാത്രം പഠിച്ചാൽ ഫുൾ മാർക്കൊന്നും കിട്ടത്തില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് പഠിക്കുക എന്ന രീതിയിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ പ്ലസ് 1 വിദ്യാർത്ഥികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, സോ ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ വേർഡിൽ സം ലെറ്റേഴ്സ് ആർ റിപ്പീറ്റഡ്. സോ ഇവിടുത്തെ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് 1 2 3 4 5 6 7 8 9 സ്മോൾ ലെറ്റർ n 9. അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ടി എന്ന് പറയുന്ന വേർഡ് 4 പ്രാവശ്യം. സോ ആൻസർ എന്താണ് നിങ്ങൾക്കറിയാം, n ഫാക്ടോറിയൽ ബൈ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അതിന്റെ ഫാക്ടോറിയൽ, അത് ടി മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ, ദാറ്റ് ഈസ് 15,120 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമാനമായ ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ട് മോഡൽ എക്സാമിനേഷൻ ചോദിച്ചു. അതുകൊണ്ട് മോഡൽ എക്സാമിനേഷൻ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഫിഗർ തന്നില്ല എന്നുള്ളൂ. ഒരു ട്രയാംഗിളിന്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ റെപ്രസെന്റിംഗ് ദ സൈഡ് പി ക്യൂ. അപ്പോൾ പി എന്ന പോയിന്റ് അറിയാം, ക്യൂ അറിയാം. 2 പോയിന്റ് എന്ന ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു എക്സ് മൈനസ് x1 ബൈ x2 മൈനസ് x1. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y ബൈ 4 ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ 4 എന്ന് കിട്ടും. 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ എക്സ് ഈ പ്ലസ് y ഇപ്പത്തൊരു മൈനസ് y ദെൻ മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ആർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ സൈഡ് പി ക്യൂ. പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ കാണണം. ആ ലൈൻ ആർ എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കാണണം. അപ്പൊ സ്ലോപ്പ് ഓഫ് പി ക്യൂ എന്ന് പറയുന്ന ഈ ലൈനാണ്. ഇതിന്റെ സ്ലോപ്പ് എന്താണ്? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ മൈനസ് 1 ബൈ മൈനസ് 1 ദാറ്റ് ഈസ് പ്ലസ് 1. അപ്പൊ സ്ലോപ്പ് ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ ലൈൻ എന്തായിരിക്കും? റെസിപ്രോക്കൽ എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് 1 ബൈ എം. അപ്പൊ മൈനസ് 1. റിക്വയർഡ് ഇക്വേഷൻ ഈസ് വീണ്ടും സ്ലോപ്പ് അറിയാം, പോയിന്റ് അറിയാം. y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. എം എന്ന് പറഞ്ഞാൽ ഈ സ്ലോപ്പാണ് മൈനസ് 1. x1, y1 എന്ന് പറയുന്നത് ആർ എന്ന പോയിന്റ് ആണ്. ഇത് x1 മൈനസ് 1 y1 എന്ന് പറയുന്നത് എന്താണ്? 4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതും വലിയ പ്രശ്നമുള്ള ഒരു ക്വസ്റ്റ്യനേ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എലിപ്സ് ഹാസ് ഫോക്കൈ തന്നിട്ടുണ്ട്, വെർട്ടിസസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോക്കൈ എന്ന് പറഞ്ഞാൽ സി ആണ്. അപ്പൊ C4. അടുത്തെന്താണ്? സ്മോൾ ലെറ്റർ എ. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡേറ്റ ആയിരുന്നു? A5. എങ്കിൽ നമുക്കറിയാം സി സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ. അതിൽ നിന്ന് ബി സ്ക്വയർ 9, അതായത് B3 എന്ന് കിട്ടി. ആദ്യത്തെ പാർട്ട് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഫോർമുല 2b ദാറ്റ് ഈസ് 6. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണുന്ന ഫോർമുല 2b സ്ക്വയർ ബൈ എ. ബി സ്ക്വയർ നമുക്ക് കിട്ടി 9. 2 into 9 18 ബൈ എ എന്തായിരുന്നു? എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 5. എക്സെൻട്രിസിറ്റി കാണുന്ന ഫോർമുല സി ബൈ എ ദാറ്റ് ഈസ് എന്താണ്? 4 ബൈ 5 അല്ലെ? സി എന്ന് പറഞ്ഞാൽ 4 ആയിരുന്നു. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഇത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ 5ന്റെ സ്ക്വയർ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്താണ്? 9 ഈക്വൽ ടു 1. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല എങ്കിലും ഇതൊക്കെ ടെക്സ്റ്റിൽ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നെക്സ്റ്റ് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എനി വൺ പോയിന്റ് വിച്ച് ലൈസ് ഇൻ സെക്കൻഡ് ഒക്ടന്റ്. സെക്കൻഡ് ഒക്ടന്റിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ സൈൻ പ്ലസ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ആ ഒക്ടന്റിലെ പോയിന്റുകളുടെ പ്രത്യേകത ആദ്യം എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, വൈ കോർഡിനേറ്റ് ഇസഡ് കോർഡിനേറ്റ് പോസിറ്റീവ്. അതിന് ഇഷ്ടം പോലെ എക്സാമ്പിൾ എഴുതാം. ഒരു റാൻഡമായിട്ടൊരു എക്സാമ്പിൾ -3 2 1. ആദ്യം നെഗറ്റീവ്, അടുത്ത 2 പോസിറ്റീവ് ആയിരിക്കണം. അത്തരത്തിൽ ഒരു കോർഡിനേറ്റ് എഴുതുക. നെക്സ്റ്റ് ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ ദ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ അല്ലെ? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എ ബി കാണുക, ബി സി കാണുക, എ സി കാണുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഫോർമുല അറിയത്തില്ലേ? ആദ്യം എ ബി കാണണം. റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റ് കുറയ്ക്കുക -1 അതിന്റെ സ്ക്വയർ +1 പ്ലസ് വൈ കോർഡിനേറ്റ് കുറയ്ക്കുക 6 - 7 -1 സ്ക്വയർ +1. അടുത്തത് 6 - 10 -4 സ്ക്വയർ 16. സോ റൂട്ട് 1 + 1 + 16 ഈക്വൽ ടു റൂട്ട് 18. ഇതേപോലെ ബി സി കാണുക, അപ്പോൾ റൂട്ട് 18. എ സി കാണുക, എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് റൂട്ട് 36. നീളം കുറഞ്ഞ 2 സൈഡ് എ ബിയും ബി സിയും സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക 36 വിച്ച് ഈസ് ദ സ്ക്വയർ ഓഫ് തേർഡ് സൈഡ്. Therefore it represents the points a, b, c are the vertices of a right angled triangle ആണെന്ന് മനസ്സിലാക്കാം.
നെക്സ്റ്റ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഇതും സിമ്പിൾ ആണ് എങ്കിലും ആവറേജ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോമ്പിനേഷൻ ഒക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. A bag contains 8 red and 5 white balls. 3 balls are drawn at random. മൊത്തം 8ഉം 5ഉം എത്രയാണ്? 13 ബോൾ ഉണ്ട്. അതിൽ നിന്ന് 3 ബോൾ സെലക്ട് ചെയ്യണം. സോ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്താണ്? n of s 13c3. 13ൽ നിന്ന് 3 സെലക്ട് ചെയ്യണം. എത്ര വ്യത്യസ്തമായ രീതിയിൽ പോസിബിൾ ആണ്? 13c3. എങ്കിൽ ഫസ്റ്റ് പാർട്ട് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ദ 3 balls are white. 3 ബോൾ എടുക്കുന്നു, 3ഉം വൈറ്റ് ആയിരിക്കണം. മൊത്തം എത്ര വൈറ്റ് ബോൾ ഉണ്ട്? 5. അതിൽ നിന്ന് 3 സെലക്ട് ചെയ്യണം. അതാണ് ഫേവറബിൾ കേസസ്. സോ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 5c3 ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി കിട്ടും. സോ ആൻസർ 5c3 ബൈ 13c3. ഇത് എഴുതിയാലും മാർക്ക് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ 5 ബൈ 143 എന്ന് കിട്ടും. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ. 3 ബോൾ എടുക്കുന്നു, 3ഉം റെഡ് ആയിരിക്കണം. അപ്പോൾ ഫേവറബിൾ കേസസിന്റെ എണ്ണം എന്തായിരിക്കും? മൊത്തം 8 റെഡ്, അതിൽ നിന്ന് 3. സോ 8c3 ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസസ്. അപ്പോൾ ആൻസർ 28 ബൈ 143. ഇത് എഴുതിയാൽ മതി, സിംപ്ലിഫൈ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. തേർഡ് പാർട്ട്. 3 ബോൾ എടുക്കുന്നു, 1 ബോൾ റെഡ്, 2 എണ്ണം വൈറ്റ്. 1 ബോൾ റെഡ്, 8 റെഡ് ബോളിൽ നിന്ന് 1 എടുക്കുക. എത്ര രീതിയിൽ പോസിബിൾ ആണ്? 8c1 ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5 വൈറ്റിൽ നിന്ന് 2 5c2. അപ്പോൾ അവിടെ ഫേവറബിൾ കേസസിന്റെ എണ്ണം 8c1 ഇൻറ്റു 5c2 ബൈ 13c3 ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 40 ബൈ 143 എന്ന് കിട്ടും. സോ ഇത്രയുമാണ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്നും നമുക്ക് 6 ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ചില സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ഒരുവിധം പഠിച്ച കുട്ടികൾക്ക് 6 ക്വസ്റ്റ്യൻ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ എസ്എ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് വന്നത്. പക്ഷേ 17ാമത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് ഒരു സ്റ്റാൻഡേർഡ് ട്രിഗണോമെട്രിക് ഫോർമുല ഓർക്കണം. പക്ഷേ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് ട്രിഗണോമെട്രി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. നിങ്ങൾ tan 15ന്റെ വാല്യൂ കാണുക, സ്ക്വയർ ചെയ്യുക, എന്നിട്ട് 1 മൈനസ് കാണുക, ഇതേപോലെ ഇത് കാണുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.87 സംതിങ്. 0.87 എന്ന് പറയുന്നത് ഈ ഫ്രാക്ഷനിലുള്ളത് ഏതാണ്? √3/2 ആണെന്ന് ഊഹിക്കാം. അങ്ങനെ എഴുതിയവർ കാണാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ മനസ്സിലാക്കി പഠിച്ചവരാണെങ്കിൽ 1 മൈനസ് tan സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് tan സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ cos 2x എന്നൊരു ഫോർമുലയുണ്ട്. സോ cos 2 ഇൻറ്റു എക്സ്, ഇവിടെ ആംഗിൾ 15 ഡിഗ്രി. സോ cos 30 ഡിഗ്രി. cos 30 ഡിഗ്രിയുടെ ആൻസർ √3/2. കാര്യം മനസ്സിലാക്കി പഠിക്കുന്നവർ ഇങ്ങനെ പഠിക്കണം. അടുത്തൊരു ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. ഇത് ഈക്വൽ ടു 2 sin x. മേളിൽ sin a മൈനസ് sin b 2 cos a plus b by 2 into sin a minus b by 2. അതാണ് ഫോർമുല. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ sin a മൈനസ് sin b 2 cos a plus b by 2. 3x ഉം 4x അതിന്റെ പകുതി 2x into sin a minus b by 2. 3x ന് x കുറച്ച 2x അതിന്റെ പകുതി x ഡിവൈഡഡ് ബൈ, അവിടെയാണ് പണി, cos സ്ക്വയർ x മൈനസ് sin സ്ക്വയർ x. അവിടെ യഥാർത്ഥത്തിൽ ഇത് ഡയറക്റ്റ് ഫോർമുലയാണ് cos 2x. അത് അറിഞ്ഞൂടാത്ത കുട്ടികൾ ഇവിടെ a മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്ത് വീണ്ടും സം ആൻഡ് ഡിഫറൻസ് ഫോർമുലയൊക്കെ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്താലും ആൻസറിലേക്ക് എത്താം. ഇവിടെ ഈ ഫോർമുല അറിയാമെങ്കിൽ വളരെ ഈസിയാണ്. cos 2x ക്യാൻസൽ ചെയ്താൽ 2 sin x which is the right hand side we have to prove. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും പ്രീവിയസ് 2018 എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഴയ കാലങ്ങളിൽ ഇത് ചോദിക്കാറുണ്ട്, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചോദിക്കാത്തതാണ്. ഇതും ചില കുട്ടികൾക്കല്ല, മെജോറിറ്റി കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തതാണ്. tan θ 1/2 tan phi 1/3 ഷോ ദാറ്റ് θ പ്ലസ് ഫൈ ഈക്വൽ ടു π/4. ഒത്തിരി രീതിയിൽ ചെയ്യാം, ഒരു രീതി പരിചയപ്പെടുത്താം. വി ഹാവ് tan θ പ്ലസ് ഫൈ tan a plus b tan a plus tan b by 1 minus tan a into tan b. ഇതിൽ പ്രശ്നമില്ലല്ലോ. tan തീറ്റയുടെ വാല്യൂ 1/2 tan phi 1/3 by 1 minus കൊടുത്തു. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 plus 2 5/6 by ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 minus 1/6 that is 5/6 ക്യാൻസൽ ചെയ്താൽ 1. അതായത് tan θ plus phi equal to 1. tan എന്തിന്റെ വിലയാണ് 1? tan 45 ഡിഗ്രി അല്ലെങ്കിൽ tan π/4 ആണ് 1. tan π/4 equal to 1. അപ്പൊ ഈ സാധനം എന്തായിരിക്കണം? π/4 which is the proof. അല്ലേ? ഇപ്പൊ പറഞ്ഞപ്പോൾ എല്ലാം വളരെ സിമ്പിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടേം ഓഫ് ദ GP 2, 8, 32 എക്സെട്ര ഈസ് 32,768? അതും നിങ്ങൾ ചെയ്ത് കാണാൻ സാധ്യതയുണ്ട്. ആ GPയുടെ ഫസ്റ്റ് ടേം 2, കോമൺ റേഷ്യോ 4. എന്ത് ടേം തന്നിട്ടുണ്ട്? എന്ത് ടേം കാണുന്ന ഫോർമുല a into r raised to n minus 1 equal to റൈറ്റ് സൈഡ്. a എന്ന് പറഞ്ഞാൽ 2 into r എന്ന് പറഞ്ഞാൽ 4 raised to n minus 1 equal to this one.
4n-1 ഈക്വൽ ടു 2 ഡിവൈഡ് ചെയ്യുന്നു. 4n-1 ഈക്വൽ ടു ഫാക്ടറൈസേഷൻ ചെയ്യണം. ഈ 16,384 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 4നെ 7 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടുമെന്ന് മനസ്സിലാക്കാം. സോ this number can be written as 4:7. So n-1 equal to 7. n equal to എന്താണ് 8. അതായത് ഈ സീക്വൻസിലെ 8ാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഇത് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനും ചില കുട്ടികളെങ്കിലും എക്സ്പെക്ട് ചെയ്യാത്തതായിരിക്കും, ചിലതല്ല മെജോറിറ്റിയും. പക്ഷേ നമ്മുടെ എക്സാമിനേഷന്റെ 2 ദിവസം മുന്നേ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു. ആ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനായി ഈ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചെന്ന് കണ്ടിട്ട് വരൂ. സീക്വൻസ് ആൻഡ് സീരീസ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്, അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമിലർ ക്വസ്റ്റ്യൻ 14 വരെ ഞാൻ നമ്പർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. The sum of first 3 terms of a GP 14. Sum of next 3 terms is 1, 1, 2. Find the common ratio first term and sum to n terms of the GP. ആദ്യത്തെ 3 ടേം, ഫസ്റ്റ് ടേം എ കോമൺ റേഷ്യോ ആർ എങ്കിൽ എ പ്ലസ്, സെക്കൻഡ് ടേം എ ആർ, തേർഡ് ടേം എന്തായിരിക്കും എ ആർ സ്ക്വയർ. ഇതിന്റെ സമ്മാണ് 14. നിങ്ങൾ എ ബൈ ആർ, എ ആർ അങ്ങനെ എടുത്താലും ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു എ കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 14. സോ ഇക്വേഷൻ നമ്പർ 1. അടുത്ത സം ഓഫ് നെക്സ്റ്റ് 3 ടേം, അതായത് 4th ടേം, 5th ടേം, 6th ടേം. 4th ടേം എ ആർ ക്യൂബ്, അടുത്തത് എ ആർ റൈസ്ഡ് 4, അടുത്ത 6th ടേം എ ആർ റൈസ്ഡ് 5 ഈക്വൽ ടു 1, 1, 12. ഒരു എ ആർ ക്യൂബ് കോമൺ ആയിട്ട് എടുക്കുക, അത് പോയാൽ ഇവിടെ 1, എ ആർ ക്യൂബ് പോയാൽ പിന്നെ ആർ, എ ആർ ക്യൂബ് പോയാൽ പിന്നെ ആർ സ്ക്വയർ ഈക്വൽ ടു 1, 1, 2. ഇനി ഇക്വേഷൻ നമ്പർ 2/1, ഇത് ചെയ്യുമ്പോൾ എയും ക്യാൻസൽ ചെയ്തു പോകും, ഇതും ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, ഈ ആർ ക്യൂബ്. ഈ ഇക്വേഷൻ ബൈ ഈ ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ ആർ ക്യൂബ് ഈക്വൽ ടു 112/14, ദാറ്റ് ഈസ് 8. ആർ ക്യൂബ് 8 ആണെങ്കിൽ ആർ ഈക്വൽ ടു എന്ത് കിട്ടും 2. ഈ ആറിന്റെ വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പൊ എ ഇൻറ്റു 1 + 2 + 4 that is equal to 14. that is ഇത് ആഡ് ചെയ്യുമ്പോൾ 7. 14/7 that is 2. അതായത് കോമൺ റേഷ്യോയും ഫസ്റ്റ് ടേമും 2 എന്ന് കിട്ടി. എങ്കിൽ സം ടു n ടേംസ് കാണുന്ന ഫോർമുല a × r⁻n - 1 ബൈ r - 1, 2 × 2⁻n - 1 ബൈ 2 - 1, അത് 1. അതുകൊണ്ടാണ് അത് എഴുതാത്തത്. അപ്പോൾ ഇതും പഠിച്ചവർക്ക് വളരെ സിമ്പിൾ, പഠിക്കാത്തവർക്ക് അതികഠിനം എന്ന് പറയേണ്ടി വരും. നെക്സ്റ്റ്, യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് 1/x. സ്ഥിരം ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. അതിൽ ആർക്കും പരാതി ഉണ്ടാകാൻ സാധ്യതയില്ല. f' ലിമിറ്റ് h ടെൻസ് ടു 0, f of x plus h minus f of x by h. f of x 1/x, അപ്പൊ f of x plus h എന്തായിരിക്കും 1/x plus h minus 1/x by h. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x മേളിൽ പോകും, മൈനസ് ഓഫ് x plus h ബൈ ഇത് ഇൻറ്റു h താഴെയാണല്ലോ എഴുതി. ഇനി എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ മേളിൽ -h ബൈ താഴത്തത് അതുപോലെ എച്ചും ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുക. എച്ചിന് 0 ആയാൽ -1/x ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് x². 1/xന്റെ ഡെറിവേറ്റീവ് 1/x². നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് x² + 1 ബൈ x² - 1. ക്വസ്റ്റ്യന്റ് റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, അത് അതുപോലെ ചോദിച്ചിട്ടുണ്ട്. സോ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, മേളിലിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് x² + 1, 1 × 0 പ്ലസ് x² × 2x, അതാണ് എഴുതിയത് ഡെറിവേറ്റീവ്. മൈനസ് അടുത്ത മേളിലിരിക്കുന്നത് അതുപോലെ എഴുതുക, താഴെ ഇരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് അതും 2x ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നവന്റെ സ്ക്വയർ. ഇത്രയും എഴുതിയാൽ 3 മാർക്ക് കിട്ടും. വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം. 2x × x² 2x³ മൈനസ് 2x, ഇവിടെ -2x³ മൈനസ് 2x, 2x³ ഇതും വെട്ടിപ്പോയി -4x ബൈ x² - 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നെക്സ്റ്റ് ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കൂ എന്നാണ് പലരും എക്സ്പെക്ട് ചെയ്തത്. അങ്ങനെ മീൻ ഡീവിയേഷൻ പഠിക്കാതെ പോയവർക്ക് പണി കിട്ടി കാണും. പക്ഷെ മീൻ ഡീവിയേഷന്റെ ബേസിക് ഫോർമുല പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ഒബ്സർവേഷൻസ് നൽകിയിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കണ്ടെത്തണം. ആദ്യം തന്നിട്ടുള്ള ഒബ്സർവേഷന്റെ മീൻ കാണണം. അതിനുവേണ്ടി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര എണ്ണമാണുള്ളത് എന്നുള്ളത് ഡിവൈഡ് ചെയ്താൽ മതി. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 80. നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10. അപ്പൊ സ്മോൾ ലെറ്റർ n 10. എക്സ് ബാർ കാണുന്ന ഫോർമുല, മീൻ കാണുന്ന ഫോർമുല σx/n. 80/8 എത്രയാണ് 10. അടുത്ത സിഗ്മ മോഡുലസ് ഓഫ് x - x ബാർ എന്ന് പറഞ്ഞാൽ 10 - 4 6. അതിന്റെ 10 - 4 എന്താണ് 6 എഴുതി. അടുത്ത 10 - 7 3, 10 - 8 2, 10 - 9 1, 10 - 10 0, 10 - 12 -2 ആണ്. പക്ഷെ മോഡുലസ് ഉള്ളതുകൊണ്ട് പ്ലസ് ആയിട്ട് എഴുതണം എല്ലാം. 10 - 13, 10 - 7 എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 24. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണുന്ന ഫോർമുല സിഗ്മ മോഡുലസ് ഓഫ് x - x ബാർ ബൈ n. ഇതെന്താണ് 24 ബൈ എത്രയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയായിരുന്നു 8. 24/8 ആൻസർ എത്രയാണ് 3.
അടുത്തത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു ചെറിയ ടേബിളൊക്കെയാണ് വരുന്നത്. ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വി ഹാവ് ടു ഫൈൻഡ് വേരിയൻസ്. അതെല്ലാവരും ചെയ്തു എന്നാണ് വിശ്വാസം. വീണ്ടും ചില കുട്ടികൾക്ക് ഇവിടെയും പ്രശ്നം, സ്ഥിരം 0 to 10, 10 to 20ക്ക് പകരം 4 to 8 അങ്ങനെ കിടക്കുന്നു. അപ്പോൾ എന്താണ് എന്നന്തം വിട്ടിരുന്നവർ കാണും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പ്രശ്നമാണ്. സോ ക്ലാസ് എഴുതി. അടുത്ത ഫ്രീക്വൻസി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അടുത്ത് എക്സ് മിഡ് വാല്യൂ, കാര്യം മനസ്സിലാക്കി പഠിക്കണം. എങ്ങനെ എഴുതും? നമ്മൾ മറ്റേത് 5, 10 എന്നൊക്കെ എഴുതി പോയി അല്ലേ. 8ഉം 4 കൂട്ടിയാൽ 12, അതിന്റെ പകുതി 6. അടുത്ത് 12, 8, 20, പകുതി 10. അടുത്ത് 16, 12 എത്രയാണ്? 28, പകുതി 14. അടുത്ത് 36ന്റെ പകുതി 18. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2, അങ്ങനെയാണ് മിഡ് വാല്യൂ കിട്ടുന്നത്. അടുത്ത് എഫ് എക്സ് കാണുന്നു, കൂട്ടുന്നു. അടുത്ത് എഫ് എക്സ് സ്ക്വയർ, ഈ 6ഉം 18ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു. അടുത്ത് 10ഉം 6ഉം കൂടെ 60ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 600. അങ്ങനെ ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നു, എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. ഇവിടെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ 20. ഈ എഫ് എക്സിന്റെ സം അതാണ് സിഗ്മ എഫ് എക്സ് 260. ഈ എഫ് എക്സ് സ്ക്വയറിന്റെ സം അതാണ് 3760. നൗ എക്സ് ബാർ കാണുക, മീൻ സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. സിഗ്മ എഫ് എക്സ് 260 ബൈ 20, 13 എന്ന് കിട്ടും. വേരിയൻസ് ഈക്വൽ ടു ഫോർമുല പഠിക്കണം. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എന്താണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ? 3760 ബൈ 20 മൈനസ് 13ന്റെ സ്ക്വയർ 169. കാൽക്കുലേറ്റർ കൊടുത്താൽ 19. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ അതുകൂടെ നമ്മൾ എഴുതേണ്ടതുണ്ടായിരുന്നു, ഇല്ല. സോ തീർച്ചയായിട്ടും ഞാൻ ഒരു ബ്ലാക്ക് കവറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നു എന്ന് മാത്രം. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച കുട്ടികൾക്ക് ഈ ബ്ലാക്ക് ആവരണത്തിന്റെ ആവശ്യമില്ല. അവർക്ക് ഈ പ്യുവർ വൈറ്റ് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഈ റെഡ് കളറിന്റെ ഒന്നും ആവശ്യമില്ല. പേടിപ്പെടുത്തുന്ന ഒന്നും വേണ്ട. പഠിച്ചവർക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം മാർക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല എങ്കിൽ വിഷമിക്കേണ്ട. ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് മികച്ച സ്കോർ കണ്ടെത്തിയാൽ അടുത്ത വർഷം ഈ ഒരൊറ്റ സബ്ജക്റ്റ് മാത്രം ഇംപ്രൂവ്മെന്റ് ചെയ്താൽ പോരെ. അതുകൊണ്ട് ബി പോസിറ്റീവ്, ബി ഹാപ്പി. അടുത്ത എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.